േണ്ടതുണ്ട്. കൊച്ചി മുനിസിപ്പാലിറ്റിയിൽ കൊച്ചി നഗരസഭയിൽ വി.കെ. മിനിമോളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങി. ജാതി സമവാക്യങ്ങളിൽ ദീപ്തി മേരി വർഗീസിനെ വെട്ടിയാണ് വി.കെ. മിനിമോളെ UDF മേയർ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു കേട്ട പേരാണ് ദീപ്തി മേരി വർഗീസ്. പക്ഷേ അവിചാരിതമായി ലത്തീൻ സഭയുടെ സമ്മർദ്ദം, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഇതിന്റെ ഫലമായി ദീപ്തിയെ വെട്ടി എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഒരു വിഭാഗം സ്വീകരിച്ചത്. ആ ഒരു വിഭാഗത്തിന്റെ പരസ്യ പ്രതികരണങ്ങളൊക്കെയും കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണിപ്പോൾ. വി.കെ. മിനിമോൾ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ ദീപ്തി വർഗീസ് മടങ്ങിയെന്ന് പറയുമ്പോൾ രംഗങ്ങൾ പ്രക്ഷുബ്ധമായി തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിലും പൊട്ടിത്തെറി തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണല്ലേ? രേഷ്മ, കേൾക്കാമെങ്കിൽ ഈ വി.കെ. മിനിമോളുടെ കൊച്ചി മേയറുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാത്തു നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങിയിരിക്കുകയാണല്ലോ. അതെ സുരേഷ്, വി.കെ. മിനിമോളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് കാത്തു നിൽക്കാതെയാണ് ദീപ്തി മേരി വർഗീസ് മടങ്ങിയത്. ഷോൾ അണിയിച്ച് അഭിവാദ്യം അർപ്പിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ മടങ്ങുകയായിരുന്നു. ഇത് സംബന്ധിച്ച് DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനോട് ഇക്കാര്യം ചോദിച്ച സമയത്ത് അദ്ദേഹം നൽകിയ മറുപടി നേരത്തെ തന്നെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞിരുന്നു, തനിക്ക് ഇതിൽ അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പോകുമെന്നുള്ളത്. അതാണ് ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ മറുപടി. പക്ഷേ പരസ്യമായിട്ട് ഒരു അതിർത്തി പ്രകടിപ്പിച്ചതായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വോട്ടെടുപ്പിൽ പരിപൂർണമായിട്ടും പിന്തുണച്ചുകൊണ്ട് ദീപ്തി മേരി വർഗീസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷോൾ അണിയിച്ച് മിനിമോളെ അഭിവാദ്യം അർപ്പിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിന് കാത്തു നിന്നില്ല. ഒരു പ്രതികരണമായിട്ട് വേണം വിലയിരുത്താനായിട്ട്. കാരണം മിനിമോളെയും ഷൈനി മാത്യുവിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച സമയത്ത് തന്നെ ദീപ്തി മേരി വർഗീസിനെ വെട്ടിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ ദീപ്തി മേരിയെ അനുകൂലിക്കുന്ന പക്ഷം രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ തന്നെ ദീപ്തി പറഞ്ഞൊരു കാര്യം, ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഈ KPCC സർക്കുലറിന്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് മറുപടി പറയേണ്ട ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തണമെന്നുള്ളതായിരുന്നു ദീപ്തിയുടെ നിലപാട്. അതുകൂടാതെ ഇന്ന് വന്നതിന് ശേഷവും പരിഭവമൊന്നുമില്ല. അത് മാത്രമല്ല, ഇതൊരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിനമാണ് എന്നുള്ള ഒരു പ്രതികരണമായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ രാവിലെ ഈ വോട്ടെടുപ്പിന് തൊട്ടു മുന്നേ കയറുന്നതിന് മുന്നേ ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. പക്ഷേ സത്യപ്രതിജ്ഞ ചടങ്ങിന് എന്തുകൊണ്ട് നിന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണമൊന്നും തന്നെ ദീപ്തിയുടെ ഭാഗത്തുനിന്നും നിലവിൽ ലഭിച്ചിട്ടില്ല. കോൺഗ്രസ് പറയുന്നത് ദീപ്തി ഈ നേരത്തെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചില അത്യാവശ്യ കാര്യങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ദീപ്തി അറിയിച്ചു എന്നുള്ളതാണ് DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കടുത്ത അതിർത്തിയിലേക്ക്, അതായത് കൊച്ചി മേയറായിട്ട് UDFന്റെ കോൺഗ്രസിന്റെ മിനിമോളെ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ തന്നെ വലിയൊരു അതിർത്തി കോൺഗ്രസ് മുന്നിൽ ഉണ്ട് എന്ന് പ്രകടമാക്കുന്നതാണ് ഇത്തരം നടപടികൾ. വരും ദിവസങ്ങളിൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്. ഓക്കെ രശ്മ, എന്തായാലും കൊച്ചിയിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടി രൂപപ്പെടുകയാണ്. നേരത്തെ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാകണം മേയർ എന്നത് സംബന്ധിച്ചുള്ള വലിയ തർക്കം UDFനകത്ത്, കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ മിനിമോളുടെ സത്യപ്രതിജ്ഞയ്ക്ക് നിൽക്കാതെ ഇതാ ദീപ്തി മേരി വർഗീസ് മടങ്ങിയിരിക്കുകയാണ്. തുടക്കം മുതൽ തന്നെ മേയർ സ്ഥാനാർത്ഥി ആരാകണമെന്നതിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് UDFനവിടെ ഭരണം തിരിച്ചു കിട്ടുന്ന സമയത്തും മേയറുടെ പരിഗണനയിലേക്ക് ആദ്യമുണ്ടായിരുന്ന പേരുകളിലൊന്ന് ദീപ്തി മേരി വർഗീസിൻ്റെതായിരുന്നു. പക്ഷേ പിന്നീട് അത് വെട്ടിമാറ്റപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ പോലും രൂപപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നിൽക്കാതെ ദീപ്തി മേരി വർഗീസ് മടങ്ങിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇനിയും തിരുവനന്തപുരത്ത്